വലിയ മീഡിയേഷൻ ടീമിൻ്റെ വചനവീതിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ജപമാലയെക്കുറിച്ചാണ്. 1214 സഭയിൽ അൽബിജിയൻസ് പാഷാണ്ഡത കടന്നുകൂടിയപ്പോൾ സഭ രണ്ടായി പിളരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നപ്പോൾ വിശുദ്ധ ഡൊമിനിക്ക് സഭയെ ഈ ഭിന്നതയിൽ നിന്നും ഈ പിളർപ്പിൽ നിന്നും രക്ഷിക്കണമേ, അൽബിജിയൻസ് പാഷാണ്ഡത സഭയിൽ നിന്നും തുടച്ചു നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടോളോസ് എന്ന് പറയുന്ന വനത്തിൽ വളരെ കഠിനമായ പ്രായശ്ചിത്തത്തോടും ഉപവാസത്തോടും കൂടെ 3 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. പരിശുദ്ധ അമ്മ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി: മകനെ, നീ വേവലാതിപ്പെടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഗബ്രിയേൽ ദൂതൻ എന്നെക്കുറിച്ച് ആലപിച്ച കീർത്തനം നീ ആലപിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ വീണ്ടും ഡൊമിനിക്കോട് പറഞ്ഞു: പ്രിയപ്പെട്ട ഡൊമിനി, ലോകത്തെ നവീകരിക്കുവാനായി ഏത് ആയുധം ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഡൊമിനിക്ക് പറഞ്ഞു: എൻ്റെ മാതാവേ, നിനക്ക് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അത് അങ്ങേക്കറിയാം. കാരണം അങ്ങേ പുത്രനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ രക്ഷയുടെ മുഖ്യ ഉപകരണം എപ്പോഴും അങ്ങ് തന്നെയാണ്. അപ്പോൾ മാതാവ് പറഞ്ഞു: ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിൽ എപ്പോഴും ശത്രുവിനെ അടിച്ചു തകർക്കുന്ന ഈ കൂടം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന ശിലയായ മാലാഖയുടെ കീർത്തനമായിരുന്നുവെന്ന് നീ അറിയണം. അതിനാൽ കഠിന ഹൃദയരായ ഈ ആത്മാക്കളിൽ എത്തിച്ചേരുവാനും ദൈവത്തിന് വേണ്ടി അവരെ നേടിയെടുക്കുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കീർത്തനം പ്രഘോഷിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കറിയാം, തെറ്റിദ്ധാരണ മൂലം ഇന്ന് പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുക. തെറ്റിദ്ധാരണ മൂലം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നു. അതുപോലെ തന്നെ സ്വന്തം കൂടപ്പറപ്പുകൾ തമ്മിൽ അകലുന്നു. അയൽവാസികൾ തമ്മിൽ അകലുവാൻ കാരണമാകുന്നു. ബിസിനസ് മേഖലയിൽ തെറ്റിദ്ധാരണ മൂലം വലിയ അകൽച്ച ഉണ്ടാകുന്നു. സ്നേഹമുള്ളവരെ, ഈ മേഖലയിൽ നമ്മളൊക്കെ കഷ്ടപ്പെടുമ്പോൾ ഈ ഭിന്നിപ്പും കലഹവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴൊക്കെയും നമ്മൾ ശത്രുവിൻ്റെ തലയെ തകർക്കുവാൻ ശക്തിയുള്ള ആ ജപമാലയാകുന്ന കൂടം നമ്മൾ എടുത്തുപയോഗിക്കുക എന്നുള്ളതാണ്. ഭിന്നിപ്പ് മൂലം, തെറ്റിദ്ധാരണ മൂലം വളരെയേറെ ദുരിതമനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, സ്നേഹബന്ധങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും കടന്നു വരുന്നതിനായി ഏറ്റവും ഭക്തിപൂർവ്വം ജപമാല കയ്യിലെടുത്ത് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ മറിയത്തിൻ്റെ കീർത്തനം ജപമാല ചൊല്ലുക എന്നുള്ളതാണ്. ആ തിന്മയുടെ ശക്തിയുടെ തല തകരുവാൻ കാരണമാകുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുന്ന വ്യക്തികളായി മാറാം. ഭിന്നിപ്പും കലഹവും തെറ്റിദ്ധാരണകളും നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ നിന്നും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പരിപൂർണമായി നീങ്ങിപ്പോകട്ടെ. പരസ്പര സ്നേഹവും സമാധാനവും പങ്കുവെക്കലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമ്മൾ ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്നവരായി മാറാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.